മാംഗോ അച്ചാറാണ്. അതെങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണോ? ഞങ്ങൾ സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാനിന്നൊരു മാങ്ങ അച്ചാറുമായിട്ടാണ് വന്നേക്കുന്നത്. അതെങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ടും തയ്യാറാക്കാം. പലർക്കും അറിയാതിരിക്കാം. ബാച്ചിലേഴ്സിന് വേണ്ടിയാണ് ഞാൻ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഈ മാംഗോ അച്ചാർ കാണിക്കുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് ദിവസം കൊണ്ട് ഇത് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. നല്ലതായിട്ട് അലിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട്. ഈ രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിൽ ചെറിയ പീസായിട്ടും അരിയാം. ഞാനിപ്പോൾ ഇത്രയും വലുപ്പത്തിലാണ് പീസുകൾ കട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊക്കെ കൂടുതൽ ചേർക്കാം. ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ. 5 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ്, പിന്നെ കടുകുണ്ട്, ചില്ലി ഫ്ലെക്സ്, കായം, ഉലുവ, റെഡ് ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നല്ലെണ്ണയിലാണ് ഇത് പാകം ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കും നമുക്ക് നോക്കാം. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. മൺചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് നല്ലെണ്ണയാണ് നല്ലത്. നല്ലെണ്ണ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. എങ്കിലാണ് നമ്മുടെ അച്ചാർ ചീത്തയാകാതിരിക്കുന്നത്. ഏകദേശം 1/2 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഏകദേശം 2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് എത്രയും കൂടുന്തോറും അച്ചാറിന് നല്ല ടേസ്റ്റാണ്. ഏകദേശം ഒരു 1/2 സ്പൂണോളം ഉലുവായും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി എടുത്തു വെച്ചേക്കുന്ന ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്തേക്കുന്ന ഗാർലിക്ക്, കട്ട് ചെയ്തേക്കുന്ന ചില്ലി ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡ് ചില്ലി ചേർത്ത്, എന്നാലും ഗ്രീൻ ചില്ലിയും കൂടെ ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഓയിലോട്ട് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കറി ലീവ്സ് ആണ്. കറി ലീവ്സ് എത്ര വേണമെങ്കിലും, അതിനൊരളവില്ല, എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറേ ഇടുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ജിഞ്ചറും ഗാർലിക്കും ചില്ലിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലോട്ട് റെഡ് ചില്ലി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇത്രയും മാങ്ങ ഉള്ളതുകൊണ്ട് ഞാനൊരു 4 സ്പൂണോളം ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ്. അന്നേരം എരിയും കുറയും, നല്ല കളറും കിട്ടും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഓയിൽ കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഈ ചില്ലിയുടെ ഈ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് അടുത്ത് കഴിഞ്ഞ് മാങ്ങ ഇട്ട് കൊടുക്കാം. ചില്ലിയൊക്കെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പീസസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പം കായപ്പൊടിയാണുള്ളത്. കായപ്പൊടിയാണ് നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം. ഓൾറെഡി നല്ല മെൽറ്റ് ആയിട്ടുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ ഇനി വേവേണ്ട ആവശ്യമില്ല, നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടിരിക്കുന്നതാണ്. ഇതിലോട്ട് നമുക്ക് മാങ്ങയുടെ ഓരോ പീസുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടിരിക്കും മാങ്ങ അച്ചാറിന്. നമുക്കിനി എല്ലാ മാംഗോസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ സൈഡും ഈ ചില്ലിയും എല്ലാം ഒന്ന്
ആകാൻ വേണ്ടി ഒരു പതുക്കെയായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓൾറെഡി ഈ മാങ്ങയിൽ ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നതാണ്. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മാംഗോ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാനൊരു ഏകദേശം ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 സ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. അന്നേരം കാണാനും നല്ല ഭംഗിയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചില്ലി ഫ്ലെക്സ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ കടുമാങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ബൗളിലോട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല കളർഫുള്ളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.